ഞാൻ 2006 ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു സീരിയലിൽ അഭിനയിച്ച കലാഭവൻ ഷാജോൺ ആയിരുന്നു അത് ഡയറക്റ്റ് ചെയ്തത്. നമുക്ക് കുറച്ച് സെലിബ്രിറ്റികളെ പരിചയമുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും നമുക്ക് നമ്മുടെ സിനിമയിലേക്ക് വിളിക്കാൻ പറ്റില്ല. ആ ആളെ റെസ്പെക്ട് ചെയ്ത് ആളെ ഡിമാൻഡ് ചെയ്യുന്നൊരു സ്റ്റോറി വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ധ്യാൻ ചേട്ടൻ ഇൻ്റർവ്യൂവിൽ പറയുന്ന പോലെ തന്നെ ഒരു സിനിമയും അദ്ദേഹം സ്റ്റോറി കേട്ടിട്ടായിരിക്കത്തില്ല ചിലപ്പോൾ ചെയ്യണേ. എൻ്റെയും സ്റ്റോറി കേട്ടിട്ടല്ല ചെയ്തത്. ധ്യാൻ ചേട്ടൻ്റെ സിനിമകൾ പലതും പരാജയപ്പെടുന്നു എന്നുള്ളൊരു ഇത് കേൾക്കാറുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് എങ്ങനെ ഇത്രയും സിനിമകൾ കിട്ടുന്നു? ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങുന്ന മലയാളത്തിൽ ധ്യാൻ ചേട്ടനായിട്ടായിരിക്കും. ചെറിയൊരു കറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ ചേട്ടൻ ആയിരിക്കില്ല ഈ സിനിമയിലെ നായകൻ. പക്ഷേ ഈ സിനിമയിലെ ഒരു കീ ക്യാരക്ടർ എന്ന് പറയുന്നത് ധ്യാൻ ചേട്ടൻ്റെ ക്യാരക്ടറാണ്. എന്നെ പട്ടിണിക്കിടൂ, എന്നെ രാത്രിയിലും ഡേ ആൻഡ് നൈറ്റ് പണിയെടുപ്പിക്കൂ, എന്നെ ഒരു ബോഡി ഡബിൾ ഇല്ലാതെ സ്റ്റണ്ട് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ എന്ത് വേണേൽ ചെയ്യിച്ചു. സിനിമയിലാണെങ്കിൽ എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ്. സൗമ്യ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ജീവനോടെ കാണുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ പിന്നെ സിനിമയുടെ കാര്യം പറയണ്ടല്ലോ. സിനിമ നടക്കുന്നെങ്കിൽ ഞാനിങ്ങനെ ഓടി നടക്കുന്നെങ്കിൽ സൗമ്യയാണ് റീസൺ. ദേവമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പണ്ട് ചേച്ചി പ്ലേ ചെയ്തത് ഇപ്പോഴും ഓർക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഗൂസ് ബംസ് വരുന്നൊരു ക്യാരക്ടറാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ചേച്ചിയുടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണും. ഈ സിനിമകളൊന്നും ഫോർവേഡ് പോലും ചെയ്യാറില്ല, അവിടെ കുത്തി ഇരുന്ന് കാണലാണ്. അപ്പോൾ അത് ആ ക്യാരക്ടറൊക്കെ ഭയങ്കര നമുക്ക് ഇഷ്ടമാണ്, മനസ്സിൽ പതിഞ്ഞു പോയ ക്യാരക്ടേഴ്സൊക്കെ. അപ്പം വിനയ മാമിൻ്റെ ആയിട്ടുള്ള ഒരു അതും കൂടി പറയാണ്ട് ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. തഗ് CR 143/24 ഡയറക്ടർ ബാലു എസ് നായർ നമ്മോടൊപ്പം ഉണ്ട്. നമുക്കിൻ്റെ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ ബാലു, ഹ്യൂമൻ ട്രൈബ്സിലേക്ക് സ്വാഗതം. താങ്ക് യു. ഓക്കെ, ഈ പേര് തന്നെ ആദ്യം തഗ്ന്ന് കേൾക്കണു, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു എക്സ്പാൻഷനും കൂടി അല്ലേ? അപ്പോൾ അതിങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കും തഗ്ന്ന് കേട്ടാലും ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ബാക്കി നമ്മൾ ക്രൈം നമ്പറും കൂടി കേട്ടാലും ക്യൂരിയോസിറ്റി. ഒരു ഇൻട്രൂഗിങ് ടൈറ്റിലാണിത്. അപ്പോൾ ശരിക്കും ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന ടൈറ്റിലാണ്. അപ്പം എനിക്ക് ആ ടൈറ്റിലിനെ കുറിച്ച് അറിയണം. ഇല്ല, നമ്മൾ ആദ്യം വർക്കിംഗ് ടൈറ്റിൽ ഇതായിരുന്നില്ല. നമ്മൾ ആദ്യം വേറൊരു ടൈറ്റിലിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഷൂട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് സത്യത്തിൽ ഈ ടൈറ്റിൽ നമുക്ക് കിട്ടുന്നത്. ഞങ്ങളൊരു ഗ്രൂപ്പ് തന്നെ വാട്സപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ DOP കൺട്രോളർ രാജേട്ടൻ ഞങ്ങൾ കുറച്ച് പേര് ഇരുന്നിട്ട് ഇതിങ്ങനെ ആലോചിക്കുക. എന്നിട്ടൊന്നും കിട്ടുന്നില്ല. രാത്രി ഒരു 10-11 മണിയൊക്കെ ആയപ്പം എനിക്ക് തന്നെ ഇത് ഫീൽ ചെയ്തു. അപ്പോൾ ഈ തഗ്ഗെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ മറ്റേ ഒരു ഗ്ലാസ് ഒക്കെ വരുന്നു, ചെയിന്, സിഗരറ്റ്, അതൊന്നുമല്ല. മനസ്സിലായി. അതല്ലാതെ വേറൊരു മീനിങ് ഉണ്ട് ആക്ച്വലി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തഗ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമൽ സാറിൻ്റെ മണിരത്നം മൂവി വരണമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ റിലീസ് ഈ സമയത്തായിരിക്കുമെന്നോ അത് ഈ സമയത്ത് വരാൻ പോകുന്ന സിനിമയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനൊരു മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ദുൽഖർ സൽമാനായിരുന്നു ആദ്യം ചിമ്പുവിന് പകരം കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ മൂവി അങ്ങനെ അറിയാം. അപ്പോൾ ആ തഗ് ലൈഫ്, അപ്പോൾ അതിനകത്ത് അതിൻ്റെ മീനിങ് അന്ന് നോക്കിയ സമയത്ത് അതിൻ്റെ മീനിങ് കിട്ടിയെന്ന് വെച്ചാൽ റൗഡി എന്നുള്ളൊരു മീനിങ് കൂടെ തഗ്ഗിനുണ്ട്. കൊള്ളക്കാരൻ, അതെ, ആ ഒരു മീനിങ് ഉണ്ട്. അപ്പം ഞാനിതിങ്ങനെ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കി തഗ്ഗിൻ്റെ പല മീനിങ്സ് നോക്കിയപ്പം എനിക്ക് നമ്മുടെ കഥയിലെ ഒരു ക്യാരക്ടറിന് സ്യൂട്ടാവുന്ന ഒരു മീനിങ് അതിനകത്തുനിന്ന് കിട്ടി. അതായത് ഒരു ക്രൈം ചെയ്യുന്ന സമയത്ത് ഇമോഷണൽ ആവുന്ന ഒരു ക്യാരക്ടറിനും നമുക്ക് തഗ്ഗെന്ന് വിളിക്കാം. നമ്മുടെ സിനിമയിലെ പല ക്യാരക്ടേഴ്സിനും, പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 ക്യാരക്ടേഴ്സിനും കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ പ്രൊമോഷൻ, ഓഫ് കോഴ്സ് മാർക്കറ്റിംഗ് കൂടെ നോക്കിയിട്ട് തന്നെയാണ് ടു ബി ഫ്രാങ്ക് തഗ്ഗെന്നിട്ടത്. ധ്യാൻ ചേട്ടനുള്ളപ്പം തഗ്ഗെന്ന് കാണുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. തഗ്ഗുകളുടെ രാജകുമാരൻ. അതെ, തഗ്ഗുകളുടെ രാജകുമാരൻ, അങ്ങനെയാണ് തഗ്ഗെന്നുള്ള പേരിടുന്നത്. പിന്നെ ക്രൈം നമ്പർ, നമ്മുടെ പടത്തിനകത്ത് വരുന്ന ക്രൈം നമ്പറാണ് CR 143/24 എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ക്രൈം സീരീസ് ആണെന്ന് തോന്നുന്നു, മർഡർ സീരീസ് ഉള്ള മൂവിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു സ്റ്റോറി ഇത് തന്നെയാണോ, ഈ ക്രൈം ത്രില്ലേഴ്സ് എടുക്കാനാണോ താല്പര്യം? അത് ഇങ്ങനൊരു സ്റ്റോറിയിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നത്? എനിക്ക് എൻ്റെ കയ്യിൽ ഒരുപാട് കഥകളുണ്ട്. അതായത് കുറച്ചധികം നാളായിട്ട് സിനിമ സ്വപ്നം കാണുന്നതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കഥകൾ കയ്യിലുണ്ട്. ത്രില്ലർ എഴുതാൻ ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് ആളുകളെ ഹുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ത്രില്ലർ ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് സ്റ്റോറിയിൽ പിടിക്കാൻ പറ്റിയാൽ ഓക്കെ, ആളുകൾക്ക് ഇഷ്ടപ്പെടും. ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം ആളുകൾക്ക് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു സിനിമ ചെയ്യണം, ഒരു കുഞ്ഞ് സിനിമ ചെയ്യാനുള്ളൊരു സമയം ഉണ്ടായിരുന്നുള്ളൂ. ബഡ്ജറ്റും അത്രയൊക്കെ ഉള്ളൂ, ഫസ്റ്റ് മൂവി അല്ലേ, ഓഫ് കോഴ്സ്. അപ്പോൾ അങ്ങനെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് ചെറിയൊരു ത്രില്ലർ. അപ്പം വേറെ വഴിക്കൊന്നും പോകുന്നില്ല. ഒരു ഹ്യൂമർ ട്രാക്കോ ഒരു റൊമാൻസോ ആവശ്യമില്ലാത്ത ഫൈറ്റ്, ഡാൻസ്, അതൊന്നുമില്ല.
ആ ത്രില്ലറിൽ തന്നെ പിടിച്ചു പോകുന്നത്. സീരിയസ് ആയിട്ടൊക്കെ പോകും. സീരിയസ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ സിറ്റുവേഷണൽ ഹ്യൂമറൊക്കെ ഉണ്ടാവാം, അത് കണ്ടിട്ട് ഓഡിയൻസ് ആണ് പറയേണ്ടത് ഹ്യൂമർ ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാര്യങ്ങൾ അതൊക്കെ ഓഡിയൻസ് തീരുമാനിക്കുന്നത്. അത് ഓഡിയൻസ് കണ്ടിട്ടാണ്. എൻ്റെ ഫേവറേറ്റ് ജോണറിലായിരിക്കും ചിലപ്പോൾ അടുത്ത സിനിമ ഞങ്ങൾ ഒരുക്കുന്നത്. അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഹൊററാണ് എനിക്ക് ചെയ്യാൻ താല്പര്യം കൂടുതലുള്ളൊരു ജോണർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഹൊററും പേടിപ്പിച്ചാൽ വർക്കൗട്ട് ആവും, പേടിച്ചില്ലെങ്കിൽ കഴിഞ്ഞു പോകും. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ഫിലിമിൽ ഞാൻ അറിഞ്ഞിടത്തോളം കുറേ റിയൽ ലൈഫ് ഇൻസിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ലിൻഡ സിസ്റ്ററൊക്കെ പല ഇൻ്റർവ്യൂസിലും വന്നിട്ടുണ്ട്. ലിൻഡ സിസ്റ്ററിനെ ആ ക്യാരക്ടറിനെ സെയിം ക്യാരക്ടർ പോലെയാണ് വിനിയ മാമിൻ്റെ ക്യാരക്ടർ വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഇതിനകത്ത് കുറേ ഫാക്ട്സ് ഉണ്ട്. അപ്പോൾ ഫാക്ട്സിനെ എന്നാൽ നമ്മൾ സിനിമാറ്റൈസ് ചെയ്ത് ഫിക്ഷൻ പോലെ കൊണ്ടുവരണം, എന്നാൽ ഫിലിമിൻ്റെ ആ ഒരു ഗ്രാഫ് നിലനിർത്തിക്കൊണ്ട് പോവുകയും വേണം. ഇതെല്ലാം കൂടി എങ്ങനെയാണ് ബാലൻസ് ചെയ്തത്? അതും ഫസ്റ്റായിട്ട് ഫിലിം സംവിധാനം ചെയ്യണ ഒരാൾ. ഞാൻ ഈ സ്റ്റോറി വർക്ക് ചെയ്തപ്പം ആദ്യം എഴുതിയ ലൈനിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എൻ്റെ ക്രൂ ഓക്കെ ആയിരുന്നു, അവരെല്ലാം പറഞ്ഞു ഓക്കെയാണ് പാലു. അപ്പം ഞങ്ങൾ വേറൊരു മൂവി പ്രോജക്റ്റിലേക്ക് ഇറങ്ങി, അത് ഒരു ചെറിയൊരു പോസ് വന്നു, വേറൊരു കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് ഈ പ്രോജക്റ്റിലേക്ക് എത്തുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റ് ഇവർക്കൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇത് വരുമ്പോൾ അവർ പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല പാലു, പോവാം, നമുക്ക് പോവാം, കുഴപ്പമില്ല, നമുക്ക് ഇത് തന്നെ എടുക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വീണ്ടും ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ പെട്ടെന്ന് ഒരു ഞാനൊന്ന് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പറഞ്ഞ പോലെ പെട്ടെന്ന് ആ ഇൻസിഡൻറ്റ് ഓർമ്മകൾ വരുന്നതും ആ ഇൻസിഡൻറ്റ് ഈ സിനിമയിൽ കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ ഇൻസിഡൻറ്റ് വന്നപ്പോൾ ഒരു വഴിയും കൂടെ സ്റ്റോറിയിൽ നമുക്ക് തുറന്നു കിട്ടി, ഒരു എക്സ്ട്രാ ഒരു പാത്തൂടെ ഓപ്പണായി. അങ്ങനെയാണ് സിസ്റ്റർ ആൻറ്റിയുടെ, ലിൻഡ സിസ്റ്ററിൻ്റെ ഒറിജിനൽ ലൈഫ് സ്റ്റോറി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. സിസ്റ്റർ ആൻറ്റിയുടെ ഒരു സാന്ത്വനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട് ആലപ്പിയിൽ. സിസ്റ്റർ ആൻറ്റിയാണ് അവിടുത്തെ കുട്ടികളുടെ അമ്മ. അപ്പോൾ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് സിസ്റ്റർ ആൻറ്റി അറിയാം, കുറേ വർഷമായിട്ട് അറിയാം. സിസ്റ്റർ ആൻറ്റിയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു രീതി ഉണ്ടല്ലോ, കുട്ടികളോടുള്ള ആ ഒരു ഇത് മാത്രമേ ഞാൻ അതിൽ നിന്ന് മാത്രമേ ഇൻസ്പയർഡ് ആയിട്ടുള്ളൂ. സിസ്റ്റർ ആൻറ്റിയുടെ റിയൽ ലൈഫ് സ്റ്റോറി ഒന്നുമല്ല, പക്ഷേ ശരിക്കും കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബിന്ദു പണിക്കരാണ് ആ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും ബിന്ദു ചേച്ചിയുടെ പേര് പറഞ്ഞു. അപ്പോൾ ചേച്ചിയായിട്ട് വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ്, ചേച്ചി എങ്ങനെ അപ്രോച്ച് ചെയ്തു, എങ്ങനെ കൺവിൻസ് ചെയ്തു, ഇതൊക്കെ ഒന്ന് പറയാമോ? സത്യത്തിൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ബിന്ദു ചേച്ചി എനിക്ക് കുറച്ച് നാളായിട്ട് അറിയാം. സായി ചേട്ടനെ ബിന്ദു ചേച്ചി അറിയാം. സായി ചേട്ടനെ ഞാൻ ഇതിനു മുമ്പ് ഒരു വർക്ക് പ്ലാൻ ചെയ്തപ്പോൾ സായി ചേട്ടനെ ഞങ്ങൾ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അന്ന് സായി ചേട്ടന് നടക്കാൻ ലേശം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾ ആ ഒരു ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ ക്രൂ എപ്പോഴും പറയും, സായി ചേട്ടൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾക്കൊരു ഹോംലി ഫീലാണ്. അകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ വന്നോ ബാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് സായി ചേട്ടൻ പഴയ സിനിമകളുടെ കഥയൊക്കെ പറയും. ബിന്ദു ചേച്ചി ഞങ്ങൾക്ക് കോഫി ഇട്ട് തരും. ഈ ബിന്ദു ചേച്ചിയുടെ കോഫിയെക്കുറിച്ച് ഒരാളും ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് അതിൽ അത് സ്പെഷ്യൽ കോണ്ടന്റ് ആണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ സ്പെഷ്യലായിട്ട് ചോദിക്കാം. ഓക്കെ, ഇത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ബിന്ദു ചേച്ചി എപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ നമ്മളൊരു സ്ക്രിപ്റ്റിൽ നമുക്ക് കുറച്ച് സെലിബ്രിറ്റികളെ പരിചയമുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും നമുക്ക് നമ്മുടെ സിനിമയിലേക്ക് വിളിക്കാൻ പറ്റില്ല. ആ ആളെ റെസ്പെക്ട് ചെയ്ത് ആളെ ഡിമാൻഡ് ചെയ്യുന്നൊരു സ്റ്റോറി വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ സ്റ്റോറിയിൽ ചേച്ചിക്ക് പറ്റുന്നൊരു ക്യാരക്ടർ വന്നു. അതായത് നമ്മളിപ്പോൾ റോഷാക്കിലൊക്കെ കണ്ടിട്ടുണ്ട്, ചേച്ചിയുടെ ഒരു ഗ്രേ ഷെയ്ഡുണ്ട്. അത് അധികം ആളുകൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഗ്രേ ഷെയ്ഡുണ്ട്. ഇപ്പം ദേവ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പണ്ട് ചേച്ചി പ്ലേ ചെയ്തത് ഇപ്പോഴും ഓർക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കുറച്ച് ഗൂസ് ബംസ് വരുന്നൊരു ക്യാരക്ടറാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ചേച്ചിയുടെ, അതുണ്ട്. എന്നാൽ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂമർ സൈഡും ഉണ്ടല്ലോ. ഇത് രണ്ടും എനിക്ക് ദൈവം സഹായിച്ച് എൻ്റെ സ്ക്രിപ്റ്റിൽ കൊണ്ടുവരാനും അത് ഓൺ സ്ക്രീൻ വരുത്താനും പറ്റിയിട്ടുണ്ട്. അത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു പോർഷൻ ആയതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ നോക്കി ബിന്ദു ചേച്ചി. ഞാൻ ബിന്ദു ചേച്ചിയുടെ ഫോണിലാണ് സ്റ്റോറി പറയുന്നത്. ബിന്ദു ചേച്ചി ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഫോണിൽ കൂടെ പറയുന്നത് മര്യാദയല്ലാന്നറിയാം, പക്ഷേ സമയപരിമിതി ഉള്ളൂ, എനിക്കിപ്പോൾ ഉടനെ ഷൂട്ട് തുടങ്ങണം, ഇതുപോലെയാണ് ചേച്ചി. പറഞ്ഞോളൂ, ബാലു ഇല്ലേ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. അത്രയും ഇതായിരുന്നു. പക്ഷേ സ്റ്റോറി കേട്ട് ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചേച്ചി എത്തുന്നത്. ബാക്കി മാജിക്കാണ്. നമുക്ക് സ്ക്രീനിൽ കാണാം. അതെ, ശരി. ഇന്നൊക്കെ ബിന്ദു മാമിൻ്റെ കോഫീനെ കുറിച്ച്. അയ്യോ, ബിന്ദുജി എന്നെ ഇത് കാണരുത് അല്ലേ? അതെ, കാരണം ബിന്ദുജിയുടെ ആക്ടിങ്ങിനെ കുറിച്ചായിരിക്കും പലരും ചോദിക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും ബിന്ദുജിയുടെ കോഫി. അതെ, ആക്ടിങ് നമുക്ക് അറിയാം, കോഫിയെ കുറിച്ച് അധികം അറിയില്ല. ബിന്ദുജി അവിടെ സത്യത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ പറയും, ചേച്ചി വേണ്ട കേട്ടോ, കോഫിയൊന്നും വേണ്ട, എടുക്കണ്ട, ഞങ്ങൾക്ക് പോയിട്ട് ധൃതി ഉണ്ടെന്ന് പറയുമെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കും.
അതെ, ബിന്ദുചേച്ചി ആ കോഫി അവിടെ റെഡി ആകുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ സ്മെല്ല് വരും. അപ്പം പറയും കോഫി എടുക്കുന്നുണ്ട് ചേച്ചി എന്ന് പറയും. അവസാനം ഞങ്ങൾ ഡയറക്റ്റ് ചേച്ചിയോട് തന്നെ പറഞ്ഞു, ശരിക്കും ചേച്ചിയുടെ കോഫി കുടിക്കാൻ വരുന്ന പോലെയാണ് വരുന്നതെന്ന് ചേച്ചിയോട് തന്നെ പറഞ്ഞു. അടിപൊളിയാണ്. ഓക്കെ, ശരി. സായബ്, ഇനി അടുത്ത് നമുക്ക് സായി ചേട്ടൻ, സിദ്ദിഖ്, ഇവർ രണ്ടുപേരുടെ സിദ്ദിഖേട്ടൻ, ഈ രണ്ടുപേരുടെയും ഒരു അപ്രോച്ചും ഡെഫിനറ്റ്ലി അവരുടെ ക്യാരക്ടർ നമ്മുടെ ഫിലിമിൽ ഉണ്ടെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി എളുപ്പമാണ്. കാരണം അവർ അത്രയ്ക്ക് പ്രൊഫഷണലാണ്, ടാലൻറ്റഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ്. ബ്ലെസ്ഡാണ് ഞാൻ ശരിക്കും. അത് കുറേ വർഷമായിട്ട് നമ്മൾ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഈ പറഞ്ഞ പോലെ അലഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഈ സ്വപ്നമുരിച്ച ഈ പാട്ടൊക്കെ കേട്ടിട്ട് വരുമ്പോൾ ഞാൻ ആലോചിക്കും, കുറച്ചാൾ മുന്നേ കൊച്ചിയിലേക്ക് വരുമ്പോൾ ഈ പാട്ട് കേട്ടിട്ട് എങ്ങനെയും സിനിമ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നാൽ ഇപ്പം നമ്മൾ സിനിമ എടുത്തിട്ട് ആ പാട്ട് ഒരു രസമുണ്ട് കേൾക്കുമ്പോൾ. അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് ഇവരെയൊക്കെ. അത് എനിക്ക് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോട്ടാ മുംബൈ കാണുന്ന സമയത്ത് ഞാൻ പറയും, സായി ചേട്ടൻ തല എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പനായിട്ടൊരു മിസ്റ്റേക്കാരനായിട്ട് വരുമ്പോഴേ, ശരിക്കും ലാലേട്ടനെക്കാളും ആ പ്രായം നോക്കുവാണെങ്കിൽ സായിച്ചേട്ടനായിരിക്കും ചിലപ്പോൾ ഭയങ്കര. ആ ആള് ലാലേട്ടൻ്റെ അപ്പനായിട്ട് എന്ത് രസമായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റായിട്ട് കിട്ടുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിദ്ദിഖിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇത്രയും സിദ്ദിഖൊക്കെ പല പരാജയ ചിത്രങ്ങളുടെയും ഭാഗമായിട്ടുണ്ടായിരിക്കാം, പക്ഷേ സിദ്ദിഖയുടെ അഭിനയം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സിദ്ദിഖയുടെ ഹ്യൂമർ ക്യാരക്ടേഴ്സാണ് ഇഷ്ടം. പക്ഷേ ഈ സിനിമയിൽ ഇവർ രണ്ടും ഹ്യൂമർ അല്ല ചെയ്യുന്നത്. ഒരു പക്ഷേ അടുത്ത സിനിമയിൽ അങ്ങനെ ആവട്ടെ. ഈ സിനിമയിൽ രണ്ടുപേരും സീരിയസ് ആയിട്ടുള്ള, എന്നാൽ വിഞ്ചിച്ചിയുടെ കാര്യം പറഞ്ഞ പോലെ ലേശം ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അതിൽ സിദ്ദിഖയുടെ ക്യാരക്ടറിന് ഇച്ചിരി കൂടെ ലെങ്ത് ഉണ്ട്. എൻ്റെ അടുത്ത് ഇവരൊക്കെ എന്തിനാണ് ഇത്രയും എന്താ പറയുക ഹമ്പിളായിട്ട് നിന്ന്, അത് എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ എന്നെപ്പോൾ പുതിയൊരാളുടെ അടുത്ത് ഇവർ ഇത്രയും ഹമ്പിളായിട്ട് ഇത്രയും ഹെൽപ്ഫുള്ളായിട്ട് നിന്നതിൽ ഞാൻ അവരോട് എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നായകനിലേക്ക് വരാം. ധ്യാൻ ശ്രീനിവാസൻ. ധ്യാനുമായിട്ടുള്ള കഥ പറച്ചിൽ മുതൽ നമ്മളെപ്പോഴും പ്രീ പ്രൊഡക്ഷനിലേക്ക് മുന്നേ കഥ പറച്ചിലാണല്ലോ. അത് നായകനെ ഇഷ്ടപ്പെടണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഡ്യൂസറിനെ കിട്ടണം, പിന്നെ പതുക്കെ സിനിമ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സ് എങ്ങോട്ട് പറയുക? വളരെ സിമ്പിളായിരുന്നു ആ പ്രോസസ്സ്. അതായത് നമ്മളിതിനു മുമ്പ് ഒരുപാട് സിനിമകൾ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴൊക്കെ ഭയങ്കര പാടുപെട്ടിട്ടുണ്ടെങ്കിൽ ഇത് അത്രയും കൂടെ എളുപ്പമാക്കി തന്നത്. അതായത് സത്യം പറഞ്ഞാൽ ധ്യാൻ ചേട്ടൻ ഇൻ്റർവ്യൂവിൽ പറയണ പോലെ തന്നെ ഒരു സിനിമയും അദ്ദേഹം സ്റ്റോറി കേട്ടിട്ടായിരിക്കത്തില്ല ചിലപ്പോൾ ചെയ്യണത്. എൻ്റെയും സ്റ്റോറി കേട്ടിട്ടല്ല ചെയ്തത്. എൻ്റെ അടുത്ത് ഒരു എന്നാണ് ഷൂട്ട്, ഇന്ന ദിവസങ്ങളിലാണ് ഷൂട്ട്, കാര്യങ്ങൾ ജസ്റ്റ് ഒരു എവിടെ വെച്ചിട്ടാണ് എന്നുള്ളതൊക്കെ ചോദിച്ചു. ചെറിയൊരു കറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ ചേട്ടൻ ആയിരിക്കില്ല ഈ സിനിമയിലെ നായകൻ. പക്ഷേ ഈ സിനിമയിലെ ഒരു കീ ക്യാരക്ടർ എന്ന് പറയുന്നത് ധ്യാൻ ചേട്ടൻ്റെ ക്യാരക്ടറാണ്. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആക്ടറോ ആ ക്യാരക്ടറോ ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. എന്നാൽ നായകൻ എന്ന് പറയാൻ പറ്റില്ല. നായകനും നായിക അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഈ സിനിമയ്ക്ക് ഇല്ല. സിദ്ദിഖൊക്കെ നായകനായിരിക്കാം, ഞാൻ ഒരു പക്ഷേ നായകനാവാം, ഒന്നും പറയില്ല. അത് സിനിമയായിരിക്കും, സ്റ്റോറിയാണ് എപ്പോഴും നായകൻ. ധ്യാൻ ചേട്ടൻ്റെ അടുത്ത് ഇത് പറയുന്നത് സത്യത്തിൽ അന്ന് ഷൂട്ട് തുടങ്ങുന്ന ദിവസം രാവിലെയാണ് ധ്യാൻ ചേട്ടൻ്റെ ക്യാരക്ടറും പറയുന്നത്. അപ്പോൾ ധ്യാൻ ചേട്ടൻ ഏകദേശം ഒരു നക്ഷൽ നമ്മൾ നേരത്തെ ഫോണിലൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അതെന്താണ്, എങ്ങനെയാണ് ചിത്രീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്ന അന്ന് രാവിലെയാണ് കേൾക്കുന്നത്. ധ്യാൻ ചേട്ടൻ ഇൻ്റർവ്യൂസിലൊക്കെ പറയാറുണ്ട്, ഞാനൊന്നും കേൾക്കാറില്ല, അപ്പോൾ അഭിനയിക്കുമെന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ അടുത്ത് ആക്ച്വലി അന്ന് രാവിലെ ആണെങ്കിൽ പോലും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യവും, അതിങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും കേൾക്കുകയും അതിൽ സജഷൻസ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അതൊന്ന് ചെയ്തു. ഈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത്രയും കംഫർട്ടബിളായിട്ട് ഞാൻ ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ധ്യാൻ ചേട്ടൻ്റെ സിനിമകൾ പലതും പരാജയപ്പെടുന്നു എന്നുള്ളൊരു ഇത് കേൾക്കാറുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് എങ്ങനെ ഇത്രയും സിനിമകൾ കിട്ടുന്നു? ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങുന്ന മലയാളത്തിൽ ധ്യാൻ ചേട്ടനായിട്ടായിരിക്കും. ഇത്രയും കംഫർട്ടബിളാണ്, ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആക്ടറിന് ഇത്രയും സിനിമകൾ കിട്ടിയില്ലെങ്കിലാണ് അത്ഭുതപ്പെടേണ്ടതെന്ന് ബാക്കിയതിന് ശേഷമാണ് മനസ്സിലായത്. കറക്റ്റ് ഓൺ ടൈം അദ്ദേഹം സെറ്റിലെത്തും. കറക്റ്റ് ടൈമിൽ സെറ്റിലെത്താന്ന് മാത്രമല്ല, അതിനു മുമ്പേ എത്തിയിട്ട് കോസ്റ്റ്യൂമിൽ മേക്കപ്പിൽ ഷോട്ട് എടുക്കാൻ ആൾ ആ ടൈമിൽ റെഡി ആയിരിക്കും. ഡബിനും അതുപോലെ തന്നെയാണ്. ഞങ്ങളൊരു 6 മണി പറഞ്ഞു, 5:45 ധ്യാൻ ചേട്ടൻ എത്തിയിട്ട് വെയിറ്റ് ചെയ്യാണ് 15 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ധ്യാൻ ചേട്ടൻ. ഓൺ സ്ക്രീനിലും ഈ പറഞ്ഞ പോലെ ധ്യാൻ ചേട്ടൻ്റെ ഹ്യൂമർ പരിപാടികളൊന്നും ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇത് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അത് വളരെ സട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റീടേക്ക് പോലും ധ്യാൻ ചേട്ടൻ കാരണം വേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ലൈറ്റിംഗ് ഒക്കെ ചെറിയ
വിഷയങ്ങൾ ഔട്ട്ഡോറൊക്കെ എടുക്കാൻ നേരത്തുള്ള ചെറിയ പാച്ചൊക്കെ വന്നിട്ടുള്ള വിഷയങ്ങളെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ ജയൻ ചേട്ടൻ നന്നായിട്ട് എനിക്കും ഇപ്പം ഞാൻ പുതിയ ആളാണ്, ഞങ്ങളുടെ DOP ജയൻ ചേട്ടൻ പുതിയ ആളാണ്. ഞങ്ങൾക്കൊക്കെ ഇതുപോലെ സീനിയർ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. ഞങ്ങളെ ഇത്രയും കംഫർട്ടബിൾ ആക്കി നിന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഇത്രയും, അത് ജയൻ ചേട്ടനോട് വലിയ താങ്ക്സ്. ഓക്കെ, വിനയ മാമായിട്ടുള്ള, ബിക്കോസ് മാം ആയാലും ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് മലയാളം ഫിലിംസ് ചെയ്യുന്നത്. വളരെ സെലക്റ്റീവ് ആണെന്ന് തോന്നുന്നു മാഡം. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണും. അത് ഒരു സാധനം പോലും ഇപ്പം ഇറങ്ങുന്ന എന്തെങ്കിലും ആണെങ്കിൽ ഫോർവേഡ് ചെയ്തെങ്കിലും കാണും. ഈ സിനിമകളൊന്നും ഫോർവേഡ് പോലും ചെയ്യാറില്ല, അവിടെ കുത്തി ഇരുന്ന് കാണലാണ്. അപ്പോൾ ആ ക്യാരക്ടറൊക്കെ ഭയങ്കര നമുക്ക് ഇഷ്ടമാണ്, മനസ്സിൽ പതിഞ്ഞു പോയ ക്യാരക്ടേഴ്സൊക്കെ. അപ്പം വിനയ മാമിൻ്റെ ആയിട്ടുള്ള ഒരു അതും കൂടി പറയാണ്ട് ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. വിനയ മാം എല്ലാവരും ചോദിക്കുന്നത്, വിനയ മാമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് മണിച്ചിത്രത്താഴുമായിട്ട് കണക്ട് ചെയ്തത്. എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് മൂവി എന്ന് പറയുന്നത് മണിച്ചിത്രത്താഴാണ്. ഞാൻ എല്ലാ ലാംഗ്വേജിലും സിനിമ കാണുന്ന ആളാണെങ്കിൽ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സംഭവമാണ് നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ വിനയ മാമിനെ കാസ്റ്റ് ചെയ്യുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. മഞ്ജു ചേച്ചിയാണ് ആദ്യം കാസ്റ്റ് ചെയ്യേണ്ടത്. മഞ്ജു ചേച്ചിക്ക് ഡേറ്റ് ഇഷ്യൂ വരികയും നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ ആരാണെന്ന് നോക്കിയിരുന്നപ്പം ഞങ്ങളുടെ കൺട്രോളർ രാജൻ ചേട്ടനാണ്, പ്രോജക്ട് ഡിസൈനർ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹമാണ് ഞങ്ങളോട് പറയുന്നത് വിനയ മാമിനെ ഒന്ന് നമുക്ക് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ വിനയ മാം ഭയങ്കര ചൂസ് ചെയ്യണം മലയാളത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മാം അക്സെപ്റ്റ് ചെയ്യുമെന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഫോണിലൂടെ ഒരു നെറ്റ്ഷെൽ പോലെ മാമിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ മാം പറഞ്ഞു, ഞാൻ ഇതുവരെ ക്യാരക്ടർ ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്യാം എന്ന് പറയാം. മാം ഭയങ്കര ത്രില്ല്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ത്രില്ല് ഉണ്ടാവാതിരിക്കത്തില്ലല്ലോ. മാം വന്നു. മാമിനെ ഞങ്ങൾ ശരിക്കും സത്യത്തിൽ എക്സ്ട്രാ ഒരുപാട് പണിയെടുപ്പിച്ചു എന്ന് പറയുന്ന പോലെ ഓവർനൈറ്റൊക്കെ മാമിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ സ്പെഷ്യൽ സ്കൂളിൽ ഷൂട്ട് ചെയ്യുമ്പം ഈ കുട്ടികളുടെ കൺവീനിയൻസ് കൂടെ നോക്കണമല്ലോ. അത് ഞങ്ങളെക്കാളും കൂടുതൽ മനസ്സിലാക്കിയിട്ട് മാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും ലേറ്റ് നൈറ്റൊക്കെ മാം ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞങ്ങളെ കൂടെ ഈ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ടയർഡായിട്ട് നിൽക്കുമ്പോൾ മാമിൻ്റെ എനർജി കാണുമ്പോൾ എൻ്റെ അമ്മേ ഈ മാം ഇത്ര എനർജറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളെങ്ങനെയാണ് എന്നുള്ള ഒരു ഫീലായിരുന്നു. പ്രൊമോഷൻസിനാണെങ്കിൽ പോലും ഒരു ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് എടുത്ത് വന്ന മാമിന് ലേറ്റ് നൈറ്റാണ് പ്രൊമോഷൻ കഴിഞ്ഞ് വിടുന്നത്. മാമിന് വയ്യാണ്ടിരുന്നിട്ട് എന്നിട്ടും ഇതുവരെ എൻ്റെ അടുത്ത് ബാലുന്ന് വിളിക്കുമ്പോൾ ഉള്ള ആ സ്നേഹം ഉണ്ടല്ലോ, അത് ഇതുവരെയും കുറഞ്ഞിട്ടില്ല. ദാറ്റ്സ് ഗ്രേറ്റ്. ഇനി മറ്റ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് എനിക്ക് തന്നെ സാധിക മാം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്കൊന്ന് കിയ ഒരു ക്ലെയർ അല്ലേ? ഓക്കെ, സോറി. അപ്പോൾ സാധിക മാം, പിന്നെ ക്ലെയർ, അങ്ങനെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് കൂടി ഒത്തിരി ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. സാധിക ചേച്ചി ഉണ്ട്, ക്ലെയർ, സന്ധ്യ, ആതിര എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ മൂവിയിൽ വന്നിട്ടുണ്ട്. ഇവരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് ആർക്കും വലിയ സ്ക്രീൻ സ്പേസ് ഉണ്ടാവത്തില്ല ഈ സിനിമയിൽ. പക്ഷേ ആ ഉള്ള പോർഷനും അവരുടെ ക്യാരക്ടറും മറ്റുള്ള ഏതൊരു കഥാപാത്രത്തിനും, ഇപ്പം സിദ്ദിഖ് സാർ ചെയ്യുന്ന പോലെ അല്ലെ എന്താണ് സായി ചേട്ടൻ ചെയ്യുന്ന പോലെ തന്നെ ഈ ക്യാരക്ടറും നോട്ടീസ് ചെയ്യപ്പെടുന്ന ക്യാരക്ടറാണ് ഇവരെല്ലാവരും ചെയ്തിരിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ടീം, ആർട്ടിസ്റ്റുകളാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാം എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഫേവറബിൾ ആയിരുന്നു. ഞാൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കി കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഷൂട്ട് തീരുന്നത്. ഡേ ആൻഡ് നൈറ്റ് ഷൂട്ടായിരുന്നു. ലാസ്റ്റ് ഡേ എന്ന് ആക്ച്വലി ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ദിവസം രാവിലെ 7:30 തുടങ്ങുന്ന ഷൂട്ട് പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ് ഞങ്ങൾ പാക്കപ്പ് ആവുന്നത്. ഇത്രയും നേരം ഉറക്കമില്ലാണ്ട് DOP ഒക്കെ എൻ്റെ കൂടെ ഭക്ഷണം പോലും കഴിക്കാതാണ് നിന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കൺട്രോൾ രാജൻ ചേട്ടൻ, ഞങ്ങളുടെ കുറച്ച് പേരുണ്ട്, ഞങ്ങളുടെ ഒരു ടീമുണ്ട് നേരത്തെ തൊട്ടുണ്ടായിരുന്നത്. ദേവി പ്രസാദ് എന്ന് പറഞ്ഞാൽ ദേവേട്ടൻ അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടേഴ്സാണ് ദേവ്, ജോർജ്, സക്കറിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ ടെക്നീഷ്യൻസ് എല്ലാവരും, എനിക്ക് പേരെടുത്ത് പറഞ്ഞാൽ തീരത്തില്ല നമ്മൾ, അതുകൊണ്ട് മാത്രം പറയുന്നില്ല. എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പുതിയ ലേഡി ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും ചിലപ്പോൾ എല്ലാവരും ഫോണിലൂടെ ഒക്കെ തന്നെയാണ് കഥ പറഞ്ഞിരിക്കുന്നത്. അവരെല്ലാം നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വന്ന് എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റും മീന, നമ്മുടെ മൂവിയിലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും പെർഫോമൻസ് ഞാൻ പറയുന്നില്ല, അത് എനിക്ക് മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. ഒരിക്കലും ഒരു അമച്ചോ ഫീല് സിനിമ കാണുമ്പോൾ പറ്റില്ല, അത് എൻ്റെ ഗ്യാരണ്ടി. ഈ ഫസ്റ്റ് നമ്മളിപ്പോൾ എന്താ മനുഷ്യത്താഴെ തന്നെ ഡയലോഗ് ഞാൻ കടമെടുക്കാം. ഈ ഭ്രാന്ത് ഉള്ളവരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഭ്രാന്തിനെ ചികിത്സിക്കുന്നവരുടെ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടി പ്രയാസം എന്ന് പറയുന്ന പോലെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. കാരണം ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പാണല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ കണ്ണെത്തണം, കയ്യെത്തണം, കാതെത്തണം, മനസ്സെത്തണം, എല്ലാം എത്തണം. അതിൻ്റെ ഇടയിൽ കൂടെ ഫസ്റ്റ് സിനിമയുടെ ഇടയിൽ കൂടെ ഒരു സാഹസമായിരുന്നു ആക്ടിങ്. എങ്ങനെ പറ്റി? സത്യമായിട്ട് അറിയത്തില്ല. ഉത്തരം അറിഞ്ഞില്ല സത്യത്തിൽ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡയറക്ഷൻ്റെ
വലിയൊരു ഭാരം നമ്മുടെ തലയിലുണ്ടല്ലോ. എന്താ കാര്യം ചെയ്ത് ഭാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കിത് ഭയങ്കര സന്തോഷമാണ്. എന്നെ പട്ടിണിക്കിടൂ, എന്നെ രാത്രിയിലും ഡേ ആൻഡ് നൈറ്റ് പണിയെടുപ്പിക്കൂ, എന്നെ എന്നെ ഒരു ബോഡി ഡബിൾ ഇല്ലാതെ സ്റ്റണ്ട് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ എന്ത് വേണേൽ ചെയ്യിച്ചു. സിനിമയിലാണെങ്കിൽ എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊക്കെ സന്തോഷമാണ്. എനിക്ക് ഉറക്കമുളയ്ക്കുന്ന സന്തോഷമാണ്. പിന്നെ പറയുമ്പോഴേ ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഉറക്കമുളച്ച് കിടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേണ്ടി പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ കുട്ടികളോടും പറയാമല്ലോ. ഇനി എപ്പോഴും പറയാമല്ലോ, ഇനി എന്നും പറയാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷത്തിനിടയ്ക്ക് ഇതെപ്പോഴോ നടന്നുപോയി. ഇത് നടന്നു കഴിഞ്ഞ് ഒരു ഡബിനൊക്കെ ഫസ്റ്റ് കട്ടൊക്കെ എന്നെ കിട്ടുമ്പോഴാണ് കുഴപ്പമില്ല, വലിയ മോശമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. കാരണം അപ്പോഴാണ് ഞാനും റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അഭിനയിച്ചു മാറി. ഓക്കെ, എനിക്ക് ഫസ്റ്റ് മൂവിയിൽ തന്നെ സിദ്ദിഖ് സാറ്, സായി ചേട്ടൻ, വിനയ മാം ഇവരോടൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. വലിയ ഡയറക്ടറോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം ഡയറക്ടറുമായിട്ട് ഇമോഷണലി കണക്റ്റഡ്, പേഴ്സണലി കണക്റ്റഡ്, ഫ്യൂച്ചർലി കണക്റ്റഡ് ആയിട്ട് ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ഓഫ് ദ ഫിലിമിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. പറയൂ. ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ എൻ്റെ വുഡ്ബിയാണ്. അതാണ് അറിയാൻ താല്പര്യം. സൗമ്യ എന്നാണ് ആളെ വിളിക്കുന്ന പേര്, നിഹാരിക എന്നാണ് ഒഫീഷ്യൽ നെയിം. നിഹാരിക. അപ്പം ഈ വർഷം ഉണ്ടായിരുന്നു നിഹാരികയുടെ ആ ഒരു പ്രൊഫഷണലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ലൂസിഫർ സിനിമയിൽ നമ്മുടെ ജതിൻ രാംദാസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ബാല്യം എൻ്റെ അച്ഛന് വേണ്ടി ഒഴിഞ്ഞു നിർത്തും, അതാണ് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്തതെന്നൊക്കെ പറയണ പോലെ എനിക്കൊരു കുറച്ച് നേരം പോലും ആ സമയത്ത് സൗമ്യയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് ആൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ഇപ്പം കുറേ ട്രാൻസാക്ഷൻസും നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണ്, പ്ലാൻ ബാലു എൻ്റർടൈൻമെൻറ്റ് എന്നാണ് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ആ ഒരു സൈഡ് ഫുള്ള് ക്രിയേറ്റീവ് സൈഡിലേക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്നെ വിട്ടിട്ട് മറ്റേ സൈഡ് മുഴുവൻ ഹാൻഡിൽ ചെയ്തത് ആളാണ്. ഇതിനപ്പുറം ഈ പറഞ്ഞ പോലെ ഒരു കോവിഡ് ടൈമൊക്കെ വന്ന സമയത്തേക്ക് ഇനി സിനിമ എന്നുള്ളതല്ല, ഇനി ജീവിക്കണമെന്ന് തന്നെ സംശയമായിരുന്നു എന്നൊരു സ്റ്റേജുണ്ട്. അവിടുന്ന് ഇന്ന് ഞാൻ ഈ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഒരു പില്ലർ ആയിട്ട് നിന്നത് സൗമ്യ തന്നെയാണ്. സൗമ്യ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ജീവനോടെ കാണുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ പിന്നെ സിനിമയുടെ കാര്യം പറയണ്ടല്ലോ. സിനിമ നടക്കുന്നെങ്കിൽ, ഞാനിങ്ങനെ ഓടി നടക്കുന്നെങ്കിൽ സൗമ്യയാണ് റീസൺ. ഓക്കെ, അപ്പോൾ ക്രിയേറ്റീവായിട്ടങ്ങ് പ്രൊഡ്യൂസ് ചെയ്തു, പ്രൊഡക്ഷനെ ക്രിയേറ്റീവായിട്ടങ്ങ് ഹാൻഡിൽ ചെയ്തു. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാനും ആൾ ഹെൽപ്പായിട്ടുണ്ട്. ഈ നമ്മൾ ഫിലിമിങ് ചെയ്യണ സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ധ്യാനിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അങ്ങനെ ഒരു ലേഡി ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനിൽ കുറച്ചുകൂടെ റാപ്പ് ഫീൽ ചെയ്യാൻ ചേട്ടൻ്റെ 1-2 ഇൻപുട്സ് ഹെൽപ്ഫുൾ ആയി എന്നുള്ള വെച്ചാൽ ഡബ്ബിങ് ടൈമിലാണ് എനിക്ക് കുറച്ചുകൂടെ ധ്യാൻചേട്ടൻ്റെ ഇത് കിട്ടുക. ധ്യാൻചേട്ടന് സ്ക്രീനിൽ ഇല്ലാത്തൊരു പോർഷനിൽ ധ്യാൻചേട്ടൻ്റെ സൗണ്ട് നമുക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ ഞാനത് ധ്യാൻചേട്ടനോട് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഡബിന് വന്നു കഴിഞ്ഞിട്ടാണ് ചേട്ടൻ അത് ഇതാണോ സീൻ, ഓക്കെ ഇങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവിടെ വെച്ചിട്ട് ധ്യാൻചേട്ടൻ്റെ ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു, അത് ആ സീനിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ അറിയാം. ധ്യാൻചേട്ടൻ ഇല്ലാതെ ധ്യാൻചേട്ടൻ്റെ സൗണ്ട് സ്ക്രീനിൽ കേൾക്കുന്ന ആ ഒരു സീൻ നല്ല രസമായിരിക്കും. അത് ധ്യാൻചേട്ടൻ എൻഹാൻസ് ചെയ്തൊരു സീനാണ്. ഓക്കെ, അതുപോലെ നമ്മളൊരു മർഡർ ആയിട്ട് റിലേറ്റ് ചെയ്തൊരു ഫിലിം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോളജി നമുക്ക് അതായത് വില്ലനായിക്കോട്ടെ, അല്ലെങ്കിൽ കില്ലർ ആയിക്കോട്ടെ, വിക്ടിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോലീസ് ആയിക്കോട്ടെ, ഹൂവർ ഇറ്റ് ഈസ്, അവർക്ക് ആ സൈക്കോളജി പറഞ്ഞ് മനസ്സിലാക്കുക, അതുവഴി പ്രേക്ഷകർ അത് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം അവരഭിനയിക്കുന്നതനുസരിച്ച് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ പറഞ്ഞത് തന്നെയാണ് അവിടെ കൺവേ ആയിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കോംപ്ലക്സിറ്റി ഫീൽ ചെയ്തോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആർക്കെങ്കിലും, പ്രത്യേകിച്ച് ധ്യാൻ്റെ ക്യാരക്ടറിനൊക്കെ? ധ്യാൻചേട്ടൻ വളരെ എളുപ്പമായിരുന്നു പറഞ്ഞു കൊടുക്കാൻ. ധ്യാൻചേട്ടൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. അതായത് ആൾ പല കാര്യങ്ങൾ മൾട്ടി ടാസ്കിങ് ആണ്, പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷേ ഭയങ്കര ഒബ്സർവേഷനാണ്. ഈ നമ്മൾ പറയുന്ന കാര്യം ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്ത്, അപ്പോൾ അങ്ങനെ നമ്മൾ വരിക്കും ചേട്ടൻ ശ്രദ്ധിക്കണില്ലാന്ന് വിചാരിക്കും. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ചോദിക്കും, എടാ അത് നീ അങ്ങനെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയ കാര്യം ചേട്ടൻ എന്നിട്ട് പിന്നെ കറക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ധ്യാൻചേട്ടനെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ചില പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇവർക്ക് ഈ ഒരു മെൻ്റൽ സാധനം പറഞ്ഞ് ഇമോഷൻസ് കൺവേ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ലേശം പണിയെടുത്തു. പക്ഷേ അവർ ഫൈനൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നത് വരെ റീടേക്ക് പോയിക്കൊണ്ടേയിരുന്നു. കിട്ടി, നമുക്ക് വേണ്ട സംഭവം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി പറഞ്ഞു പാഷനാണ്, ഭയങ്കര പാഷനാണ് ഡയറക്ഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര പാഷനാണെന്ന് പറയുന്നു. അപ്പം എങ്ങനെ നോക്കി കാണുന്നു ബാലു എസ് നായർ എന്ന ഡയറക്ടറിനെ
അല്ലെങ്കിൽ ഒരു ഫിലിം ഇഷ്ടപ്പെടുന്ന ഒരാൾ എനിക്കിങ്ങനെ ആവണം, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് പറഞ്ഞു. മനുഷ്യത്വ ഒരു എക്സാമ്പിൾ പറഞ്ഞുവെങ്കിലും ഇതൊക്കെ കണ്ട് ഇവരുടെ വർക്ക്സ് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് എനിക്കിത് കണ്ടാലും എനിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു സിനാരിയോ എന്ന് പറയാമോ? ഞാൻ 2006 ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു സീരിയലിൽ അഭിനയിച്ച കലാഭവൻ ഷാജോൺ ആയിരുന്നു അത് ഡയറക്റ്റ് ചെയ്തത്. ഷാജോൺ അങ്കിള് അന്ന് ഇത് ഞാൻ അഭിനയിക്കാൻ നേരത്തൊക്കെ എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, മരിച്ചുപോയി, ആളെന്നില്ല, ആർട്ടിസ്റ്റായിരുന്നു, സന്തോഷ് കോട്ടയം എന്നായിരുന്നു. അപ്പോൾ ആള് അനിയമാമൻ ഞാൻ വിളിക്കുന്നത്, അനിയമാമൻ വന്നിട്ട് എന്നെ അഭിനയിക്കാൻ കൊണ്ടുപോകുന്നു, ഷാജോൺ അങ്കിൾ ഡയറക്റ്റ് ചെയ്യുന്നു, ഞാൻ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് സ്ക്രീനിൽ വന്നപ്പോൾ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ നമ്മുടെ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് കാണുമ്പോൾ കൊള്ളാം, പിന്നെ കുഞ്ഞല്ലേ, അപ്പോൾ എന്ത് ചെയ്താലും ഓക്കെ എന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഷാജോൺ അങ്കിളിനോട് പറഞ്ഞു, അങ്കിളെ ഞാൻ ഹാപ്പി അല്ല എന്ന് പറഞ്ഞപ്പം അങ്കിൾ എന്നോട് മാറ്റിയിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പറഞ്ഞു, നമ്മൾ അഭിനയിക്കുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ സംഭവം ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരണം, അത് നീ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്, നീ അങ്കിൾ പറയുന്നത് കേട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ച് ചെയ്ത് നോക്ക്, റെഡി ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ റെഡി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഈ ഹൈ ക്ലാസ് ഫാമിലി അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ പഠിക്കാൻ, അല്ലാതെ BCom ആണ് ഞാൻ ചെയ്തത്. സിനിമ പഠിക്കാൻ പോകാൻ പറ്റിയില്ല. അതുപോലെ പല കാര്യങ്ങളും നമുക്ക് പറ്റിയിട്ടില്ല, അസോസിയേറ്റ് ആയിട്ട് നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റിയില്ല. സിനിമ കണ്ടാണ് സിനിമ പഠിച്ചത്. സിനിമ പിന്നെ ഷോർട്ട് ഫിലിംസും സീരീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാനെപ്പോഴും പറയും, ഞാനിപ്പോഴും ശരിയായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾ ഞാനിപ്പോൾ കുറച്ചിട്ടുണ്ട്. ഞാൻ തെറ്റുകൾ ചെയ്ത് കുറച്ച് അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആയെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനേക്കാളും നന്നായിട്ട് ഞാൻ എൻ്റെ അടുത്ത സിനിമ എടുക്കുമെന്ന് ഞാൻ പറയുന്നു. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സമയത്ത് തന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആളുകളുണ്ട്. അവർ നമ്മളൊരു സംഭവത്തെ അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര വിഷമമാവും. അങ്ങനെയുണ്ട്, എന്നെ വിഷമത്തെക്കാളുപരി അങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറയാമല്ലോ, പേഴ്സണൽ കാര്യമാണ് ആക്ച്വലി. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, കാർത്തിക എന്നാണ് ആൾ, കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച. അന്ന് ഞാൻ ഷോർട്ട് മൂവീസൊക്കെ ചെയ്യുമ്പം ഇപ്പം ഞാൻ നോക്കുമ്പോൾ അതിനൊരു ക്വാളിറ്റി ഇല്ല. എനിക്കിതുപോലെ നല്ല DOP ഇല്ല, നല്ല ടെക്നീഷ്യൻസോ നല്ല ആർട്ടിസ്റ്റോ ഒന്നുമില്ല. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് വെച്ച് ചെയ്യുമ്പോൾ അന്ന് ഇത് വളരെ മോശം കണ്ടൻറ്റാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെയാണ് പഠിച്ചത്. അന്ന് അതൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരൊക്കെ കുറ്റം പറയുമ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട് പറയും, നീ നാളെ എന്തെങ്കിലും ഒരു സിനിമ എടുക്കുമ്പം ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പം എൻ്റെ പേര് പറയണം എന്ന് പറയും. എന്നെക്കാളും കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ എന്തെങ്കിലും സിനിമയിൽ എത്തുമെന്നും സിനിമ എടുക്കുമെന്നും ഇൻ്റർവ്യൂസിന് ഇരിക്കുമെന്നും ഒക്കെ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് പേര് കാത്തു അല്ല, ഞാൻ പറയാം, അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ടീമും അതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്ത് വന്ന ടീമാണ്. ഞങ്ങൾക്ക് വലിയ അവകാശവാദങ്ങളോ ഒന്നുമില്ല. ഞങ്ങളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞു സിനിമ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. മോശമാക്കാത്തൊരു സിനിമ, ഇമോഷണൽ ആയിട്ട് ഇപ്പോൾ പ്രേക്ഷകനെ ഹുക്ക് ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു കോണ്ടന്റ് അതിനകത്തുണ്ട്. അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. ഡെഫിനറ്റ്ലി ക്രൈമും കൂടി ആയതുകൊണ്ട്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പ്രേക്ഷകരോട് എന്ത് പറയണം? സിനിമ നമ്മൾ റിലീസ് ആവാൻ പോവാണ്. അത് എന്താ പറയുക, നമ്മൾ പറയത്തില്ല, പ്രേക്ഷകർ അത് കാണാൻ പോകുമ്പോൾ എന്ത് എക്സ്പെക്ട് ചെയ്ത് പോകണം എന്നുള്ളതാണ്. പ്രേക്ഷകരോടാണല്ലേ പറയുന്നത്. ഞങ്ങളൊരു കുഞ്ഞു സിനിമ ചെയ്തിട്ടുണ്ട്, തഗ് എന്നാണ് സിനിമയുടെ പേര്. ജൂൺ 6 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയെക്കുറിച്ച് വലിയ അവകാശവാദങ്ങളോ ഒന്നും പറയാനില്ല. ഒരു കുഞ്ഞ് സിനിമ, പക്ഷേ നിങ്ങൾ ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല. ഒരുപാട് നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള, നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യാനുള്ള, ഒത്തിരി ഇമോഷണൽ എലമെൻസ് ഉള്ള, നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട് ഞങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഉണ്ണികളെ ഒരു കഥ പറയാം. ആ പാട്ടൊക്കെ കേട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു 1.5-1.25 മണിക്കൂർ, അതാണ് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നത്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ. എനിവേ, അപ്പോൾ എന്തായാലും ബാലു, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫിലിം ആൻഡ് ഓഫ് ഓൾ എല്ലാ ഫ്യൂച്ചർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വീണ. താങ്ക്സ് ഫോർ ബീങ് ഹിയർ. താങ്ക് യു ഓൾസോ. അതായത് ഇത്രയും എന്താ പറയുക, കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഇത്രയും കൊടുത്തിട്ടും ഇതാദ്യമായിരുന്നു. താങ്ക് യു വീണ. ശരി, താങ്ക് യു.